ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ബൺ നിറച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും പ്രശ്നമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ചെറിയ സവാള ചെറുതായി കൊത്തി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, ഇവയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വഴറ്റി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരും കേട്ടോ. നന്നായിട്ട് വഴന്ന് വരുന്നതിന് വേണ്ടി അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതേ 1/2 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാല മാത്രം മതി, വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമ്മുടെ ഈ സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കുക. കുറച്ച് നേരം കേട്ടോ, ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ 5 ബന്ന് എടുത്തിട്ടുണ്ട്, ചെറിയ ബന്നാണ്. പിന്നെ സോസ്, ഇതിലേക്ക് കുറച്ച് മയോണീസും ടൊമാറ്റോ കെച്ചപ്പും കൂടെ മിക്സ് ചെയ്ത സോസാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് മസാല കൂടെ, പിന്നെ ഒരു 4 മുട്ട പുഴുങ്ങിയെടുത്തതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ബന്ന് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ അതിൻ്റെ ബേക്ക് ഭാഗം ഒരു സ്ക്വയർ പീസ് മുറിച്ചെടുക്കുക. താഴെ ഭാഗത്ത് തട്ടരുത് കേട്ടോ, തട്ടാതെ അതിൻ്റെ സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാവും പെട്ടെന്ന്. അതിൻ്റെ ഉള്ളിലുള്ള ബന്നിൻ്റെ ഇതുണ്ടല്ലോ, അതെല്ലാം എടുത്ത് മറ്റു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള വൈറ്റ് സോസും കെച്ചപ്പും കൂടെ മിക്സാക്കിയത് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് മസാല വെച്ച് കൊടുക്കുക. പിന്നെ ഒരു എഗ്ഗ് പുഴുങ്ങിയതും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അതുപോലെ മറ്റൊരു ബന്നിലും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ആദ്യം ബന്ന് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ബന്നെല്ലാം എടുത്ത് കൈകൊണ്ട് മെല്ലെ തോണ്ടി, അത് കട്ടായി പോകരുത്. അതിൻ്റെ ഉള്ളിലുള്ള ബന്ന് മാത്രം എടുക്കുക. എന്നിട്ട് സോസ് സ്പ്രെഡ് ചെയ്യുക. പിന്നെ എഗ്ഗ് വെച്ചെടുക്കുക, മസാല വെച്ചെടുക്കുക കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ മയോണീസ് മാത്രമുള്ളെങ്കിൽ അങ്ങനെയും വെച്ച് സോസ് റെഡിയാക്കാം കേട്ടോ, വെച്ചെടുക്കുക. പിന്നെ കെച്ചപ്പ് മാത്രമാണെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ രണ്ടും ഉണ്ടായത് കൊണ്ട് രണ്ടും ചെയ്തതന്നെ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബേക്ക് ഭാഗം നമ്മൾ സ്ക്വയർ കട്ട് ചെയ്തല്ലോ, അത് നമ്മളൊരു തിന്നായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ മുകളിലുള്ള ബന്നൊക്കെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ലേശം പച്ചവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഒരു മാവ് പരുവത്തിലാവും കേട്ടോ. നമ്മളെ മൈദമാവിൻ്റെ ഒക്കെ മരം അത് ഒരു ഒട്ടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു മാവ് മരം. പിന്നെ നമ്മൾ ആ പീസ് കട്ട് ചെയ്ത് മാറ്റിയ പീസ് വെച്ച് കൊടുത്തതിന് ശേഷം ആ മാവ് കൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ തന്നെ മതി. ഇനി നമ്മൾ അത് പൊട്ടി പോന്നിട്ടുണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല. നമ്മൾ ലാസ്റ്റ് മുട്ടയുടെ ഒരു ബാറ്ററിൽ വെച്ച് മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം മാത്രം ആക്കി കൊടുത്താൽ മതി കേട്ടോ ബന്നിൻ്റെ ഇതിലേക്ക്. ഇനി 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കുക. 2 സൈഡും മുക്കിയെടുത്തതിന് ശേഷം പാനിലേക്ക് വെച്ച് കൊടുക്കുക. ചെറിയ തീയിൽ തിരിച്ച് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് റെഡിയാവും. ബന്നല്ല, തിരിച്ച് മറിച്ചിട്ട് എടുത്തതിന് ശേഷം റെഡിയാക്കി എടുക്കുക. ചെറിയ തീയിൽ, ഒരു മീഡിയം, ചെറിയ പറ്റ ലോ വേണ്ട, ഒരു മീഡിയം തീയിൽ കേട്ടോ. തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ. കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ബന്നല്ല. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. കൂടുതൽ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഓയിൽ മാത്രം ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബന്നാട്ടത്. നമ്മളിത് ഫ്രൈ ചെയ്തത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു എഗ്ഗിൻ്റെ ഫില്ലിംഗ് ഉണ്ടെന്നേ അറിയില്ല. കാരണം അതിൻ്റെ ബേക്ക് ബാഗൊക്കെ നമ്മൾ കവർ ചെയ്തത് കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് നിങ്ങളെ കട്ട് ചെയ്തും കൂടെ കാണിക്കാം കേട്ടോ.
കട്ട് ചെയ്താൽ അതിൻ്റെ ഉള്ളിലെ മസാലയും എഗ്ഗൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതല്ലത് മുഴുവനായിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.